ഇനി ആ മാളൂനിട്ടിട്ട് ഒരു പണി കൊടുക്കാം. സമയം എഴുതിക്കണ്ട, ഞാൻ വേഗം പോയി അവൾക്ക് ഇട്ടിട്ടൊരു പണി കൊടുക്കണം. ആദ്യം ഇനി അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ക്ഷീണിച്ചു. എങ്ങനെയൊക്കെയോ ആണ് അവിടുന്ന് ഈ ഡ്രസ്സൊന്ന് എടുത്തു കൊടുന്നത്. ഡ്രസ്സൊക്കെ കിട്ടി. ഇനി എന്ത് പണി കൊടുക്കും അവൾക്ക്? ഇതുവരായിട്ടും എനിക്കൊരു ഐഡിയ പോലും കിട്ടിയിട്ടില്ല. ഈ കുഴി കുഴിക്കാനാണോ ഇന്നലെ ഇത്ര ആൾക്കാർ ഇവിടെ വന്നിരുന്നത്? എന്തായാലും അതിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. അയ്യേ, ഇവിടെ മൊത്തം ചളിയാ. എങ്ങനെയാണ് അതിന്റെ അടുത്തേക്കൊന്ന് പോകും ഇനി? എന്ത് എനിക്ക് പറ്റി? കുറെ നേരമായാലും മേലൊക്കെ ആകെ ചൊറിയുന്നത്. അയ്യോ, ഈ മേല് മൊത്തം ചൊറിഞ്ഞിട്ട് വയ്യ. അതിൽ കൂടി ഈ ചളിയിലൂടെ അല്ലേ ഇനി അങ്ങോട്ട് പോകേണ്ടത്? എല്ലാരും ഐഡിയ, ഈ ഡ്രസ്സ് ഞാൻ ആ കുഴിയിലിട്ടാലോ? അതാകുമ്പോ അതില് വെള്ളമുണ്ട്, അപ്പൊ അവൾക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ ഈ ചളിയിലൂടെ അങ്ങോട്ട് പോണെങ്കിൽ കുറച്ച് പാട് പെടും അവള്. അവൾ ഈ പണി ഒരിക്കലും പ്രതീക്ഷിച്ചിണ്ടാവില്ല. ഈ ചൊറി കൂടി വരുന്നുണ്ടല്ലോ. അയ്യോ അമ്മേ, അയ്യോ ഈ ചൊറി കൂടി വരുന്നുണ്ടല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ നല്ല ചൊറിയുണ്ട്. എന്തായാലും ഞാൻ ഈ ഡ്രസ്സ് ആ കുഴിയിലിട്ട് തന്നെ ഇവിടുന്ന് പോകും. പക്ഷെ ഈ ചൊറി എന്നെ സമ്മതിക്കുന്നില്ല. അതിലൂടെ ചളിയും. അയ്യോ, പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സ് ആ കുഴിയിലിടണം. അയ്യോ അമ്മേ, ഞാൻ വീണു. ഓ മൈ ഗോഡ്, മമ്മി ഹെൽപ് മീ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു, വേറെ വല്ല പണിയും കൊടുത്താൽ മതിയായിരുന്നു ആ മാളവിന്. അമ്മേ, എന്തായാലും ഇനി ഇങ്ങനെ കിടന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് വേഗം എണീറ്റിട്ട് പോവാ. മേലൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. അമ്മേ, അയ്യേ, ഈ ഡ്രസ്സിൽ മുഴുവൻ ചളിയായി. എന്തായാലും ഈ ഡ്രസ്സ് ഒന്ന് മാറ്റണം. കാരണം മേലാകെ ചൊറിഞ്ഞിട്ടും വയ്യ. അയ്യോ, ചൊറി ആകെ കൂടി വരുന്നൊക്കെ ഉണ്ട്. എന്തായാലും വേഗം പോയി മമ്മിയോട് കാര്യം പറയാം. മാളുവിനുള്ള പണിയൊക്കെ പിന്നെ കൊടുക്കാം. ഇനി എന്നെ കൊണ്ട് വയ്യ. ഇനി മാളു, നീ ഇപ്പൊ രക്ഷപ്പെട്ടു. ഇനി ഞാൻ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാക്കി വെക്കില്ല മാളു. നിനക്കൊരു ഉഗ്രം പണി തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. അയ്യോ അമ്മേ, മേലാകെ ചൊറിഞ്ഞിട്ട് വയ്യ. അയ്യോ ചൊറിയുന്നേ. ക്ലാര, ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ? ഇല്ല മമ്മി, ഞാനിപ്പോ ഓക്കെയാ. എന്ത് പറ്റി മാളു? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? മമ്മി, എന്റെ പുതിയ ഡ്രസ്സ് കാണാനില്ല. അയ്യേ, ഇതിനാണോ നീ കരയുന്നത്? ഞാനാകെ പേടിച്ചു പോയി. മമ്മി, എന്നാലും എന്റെ ഡ്രസ്സ് എവിടെ പോയി? ഞാൻ ഈ വീട് മൊത്തം അരിച്ചു പെറുക്കിട്ട് എന്റെ ആ ഡ്രസ്സ് കാണാൻ പറ്റില്ല. ഇന്ന് ഞാൻ എത്ര സന്തോഷത്തിലായിരുന്നു എന്നറിയാം ആ ഡ്രസ്സ് ഇടാന്. അത് സാരല്ല മാളു, നമുക്ക് പുതിയൊരു ഡ്രസ്സ് വാങ്ങാട്ടോ. അയ്യോ പെട്ടോ, ആ ഡ്രസ്സ് ഇടാൻ ആ ചളിയിലിട്ട് പോന്നു. ഇനി മാളു പുറത്തു പോകുമ്പോ ആ ഡ്രസ്സ് കണ്ടാലോ? ഇപ്പൊ എനിക്ക് എന്തായാലും സന്തോഷം കൂടി ഉണ്ട്. കാരണം അവളൊന്ന് കരഞ്ഞല്ലോ. ഞാൻ ആഗ്രഹിച്ച പണി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവളെ കരയിപ്പിക്കാൻ പറ്റിയല്ലോ. ഐ എം സോ ഹാപ്പി. ഇനി ഇങ്ങനെ കിടന്ന് കരയണ്ട. ആ അലമാരയിൽ എത്ര ഡ്രസ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് പോയി എടുത്തിട്ടോ. പക്ഷെ അമ്മ, എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഡ്രസ്സ് ഞാൻ നല്ല ഷെൽഫിൽ നല്ല രീതിയിൽ എടുത്തു വെച്ചതാ. ഇപ്പൊ അത് കാണുന്നുമില്ല. അമ്മ, എന്നാലും അത് എവിടെ പോയി അമ്മേ? എന്നോടാണോ നീ ചോദിക്കുന്നത് അത് എവിടെ പോയിന്ന്? അവിടെ എവിടെയെങ്കിലും ഒന്നും കൂടി പോയി നോക്ക്. ഇല്ല അമ്മ, ഇവിടെ ഒന്നുമില്ല. ഞാൻ ഇവിടെ മൊത്തം നോക്കി. എടി ക്ലാരെ, ഇനി നീയാണോ എന്റെ ഡ്രസ്സ് എടുത്ത്? അയ്യോ പെട്ടു, ഞാനല്ല എന്ന് പറയാ. എന്താടി നീ ഒന്നും മിണ്ടാത്ത? നീ തന്നെ എടുത്തെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും എടുത്തിട്ടില്ല. അവൾക്ക് എന്തിനാ നിന്റെ ഡ്രസ്സ്? അവളെ മേലാകെ ചൊറിഞ്ഞ് അവൾ ഇത്രയും നേരം ഇവിടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നിന്റെ ഡ്രസ്സ് എടുക്കുക അവള്? അയ്യോ, ചൊറിയുന്ന പൊടി എഫക്റ്റീവ് ആയോ? ഇനി ഞാനിവിടെ നിൽക്കണേ സേഫ് അല്ല. എപ്പോഴെങ്കിലും അമ്മ ആ ചൊറിയൻ പൊടിനെ കുറിച്ച് ആലോചിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ ആ പൊടി അതിലിട്ടതാണിത്. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. നോക്കിയ അമ്മേ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി നോക്കട്ടെ കേട്ടോ. അത് തന്നെ നിനക്ക് നല്ലത്. അവളെ ക്ലാരെ, അവള് പലതും പറയട്ടോ. നീ അതൊന്നും വിശ്വസിക്കണ്ട. നീ എല്ലാ ഡ്രസ്സ് എടുത്തെന്ന് ആന്റിക്ക് അറിയാട്ടോ. ആ ആന്റി, ഞാനതൊന്നും സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അമ്മേ, ഹോ, ഇനി എന്താ നിനക്ക് വേണ്ടേ? എന്താ അമ്മ ഇത്? ഞാൻ അമ്മയൊന്നും വിളിച്ചിട്ടുള്ളൂ. അതിനാണ് അമ്മ ഇന്ന് ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ. പിന്നെ ദേഷ്യപ്പെടാതിരിക്കോ? ഒന്നതപ്പം എല്ലാം കഴിഞ്ഞ് പോയിട്ടുള്ളൂ. ഇനി അടുത്തത്. ഹേ, നീ ദേഷ്യപ്പെടല്ലേടി. അവൾ എന്താ പറയുന്നത്? നീ സാവധാനത്തിലൊന്ന് കേൾക്ക്.
അത് തന്നെ ആന്റി പറഞ്ഞത് ശരി. അമ്മക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ആന്റി. ഇനി നീ പറ, നിനക്ക് എന്താ പറയാനുള്ളത്? പറ. അമ്മ എന്റെ കയ്യിലേക്കൊന്ന് നോക്ക്. ആ മാള് കാട്ടി വെച്ചതാ ഇത്. എന്റെ ഡ്രസ്സ് ഫുൾ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നു. അയ്യോ, ആ പെണ്ണിനെ കൊണ്ട് എന്തൊരു കഷ്ടാത്. ഞാൻ അവളോട് ആ ഡ്രസ്സ് ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞപ്പോ അവൾ ഇതിൽ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നു. അമ്മേ, എന്നാ ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. ഡി മാളു. എന്താ അമ്മേ ഇത്? ഇങ്ങനൊന്നും വിളിക്കല്ലോ, ഞാൻ പേടിച്ചു പോയി. പിന്നെ നിന്നെ എങ്ങനെ വിളിക്കണം? പല്ലക്കും കൊണ്ട് മഹാറാണി എഴുന്നള്ള ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കണോ? ഹേയ്, എന്താടി ഇത്? അവളോടൊന്ന് സാവധാനത്തിൽ പറയ്. നീ ഇങ്ങനെ കുട്ടികളോടൊന്നും ദേഷ്യപ്പെടല്ലേ. പിന്നെ അവളോട് എങ്ങനെ പറയണം ഞാന്? ഇവറ്റങ്ങളുടെ ഒക്കെ സ്വഭാവം അങ്ങനെയല്ലേ ഇരിക്കുന്നത്. എന്താ അമ്മ, ഒന്ന് തെളിയിച്ച് പറ. നീ എന്താടി ചേച്ചിയുടെ ഡ്രസ്സമ്മ കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, അതമ്മേ കണ്ടമ്മ, അവൾക്ക് ഉത്തരം മുട്ടുന്നു. അവൾക്കൊന്നും പറയാനില്ല. മര്യാദക്ക് പറഞ്ഞോ മാളു, എന്തിനാ നീ ചേച്ചിയുടെ ഡ്രസ്സമ്മ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നതെന്ന്? അതെ അമ്മ, അങ്ങനെ ചോദിക്ക്. ഞാൻ പറഞ്ഞു തരാം അമ്മേ. ഇതിനപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ചിരിക്കുന്നേ? പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? എന്തൊക്കെയാ നീ പാടി വെച്ചത്? അതെ അമ്മ, അങ്ങനെ ചോദിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കാതിരിക്കോ? നീ മിണ്ടണ്ട. നിനക്കൊന്ന് നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. ഇപ്പൊ ഞാൻ മിണ്ടിയതാണോ പ്രശ്നം? ഇപ്പൊ എല്ലാവർക്കും മേടിച്ച ഡ്രസ്സിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായില്ലേ? അതെ, മാളവിന്റെ ഡ്രസ്സ് കാണാനില്ല. ക്ലാര ഡ്രസ്സ് ഇട്ടപ്പോ ഫുള്ള് മേലാകെ ചൊറിയലായി. പിന്നെ ഇതാ ഇവളുടെ ഡ്രസ്സിലാകെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നു. ഇനി സച്ചിയുടെ ഡ്രസ്സിന് എന്തെങ്കിലും ഉണ്ടോണാവോ? ശരിയാ. ഇനി നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട. എല്ലാവരുടെ ഡ്രസ്സിനും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഡ്രസ്സ് ഒന്ന് അലക്കിയ ആ പെയിന്റ് എല്ലാം പോയിക്കോളും. നീ വിഷമിക്കണ്ട. ശരി അമ്മേ. അപ്പൊ എന്റെ ഡ്രസ്സോ? ചേച്ചിയുടെ ഡ്രസ്സ് അലക്കിയാലെങ്കിലും പെയിന്റ് പോകുന്നു വെക്കാം. അപ്പൊ എന്റെ ഡ്രസ്സ് കാണാനില്ല അമ്മേ. മാള, നീ വിഷമിക്കണ്ട. നിന്റെ ഡ്രസ്സ് നമുക്ക് എല്ലാവർക്കും കൂടി തെരഞ്ഞു കണ്ടുപിടിക്കാം. ഓക്കേ? ഓക്കേ. അയ്യോ, പെട്ടോ? ഇവരിപ്പോ ഡ്രസ്സ് തെരഞ്ഞു കണ്ടുപിടിക്കാൻ പോവാ? ഇനി ഞാൻ എന്ത് ചെയ്യും? സാരില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, എന്നാ വാ, നമുക്ക് എല്ലാവർക്കും പോയി തിരയാൻ തുടങ്ങാം. ഓക്കെ അമ്മേ. അയ്യോ, ഞാനാണ് ആ ഡ്രസ്സ് അവിടെ കൊണ്ടുപോയിട്ടതെന്ന് അറിഞ്ഞ മമ്മിയുടെ അടുത്ത് നിന്ന് എനിക്കിന്ന് ഫുള്ള് ചീത്തയായിരിക്കും. ഇന്ന് നടക്ക്, വാ, നമുക്ക് തിരയാൻ പോവാ. ഓക്കേ. അയ്യോ, ഞാൻ ഈ പണിയിൽ കുടുങ്ങരുതേ. ദൈവമേ കാത്തോളണേ.